ഒരു 2 മണിക്കൂറത്തെ പാലരുവിയിലെ കറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് റോസ്മലയിലേക്കാണ്. ഞാൻ ഓൾറെഡി ആദ്യമേ പറഞ്ഞു ഞങ്ങൾക്കൊരു പ്ലാനിങ് ഇല്ലാത്ത ട്രിപ്പായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് അടുത്തുള്ള ടൂറിസ്റ്റ് പ്ലേസ് റോസുമലയായിരുന്നു. റോസുമല വ്യൂ പോയിന്റ് സത്യം പറഞ്ഞാൽ അത്രയും അടിപൊളി എന്ന് പറഞ്ഞാൽ അത്രയും അടിപൊളി. ഒരു കാടിൻ്റെ നടുക്കൂടെ ഒരു മണിക്കൂർ നമ്മൾ ട്രാവൽ ചെയ്ത് വേണം റോസുമലയിലെ വ്യൂ പോയിന്റിൽ എത്താനായിട്ട്. പോകുന്ന വഴിക്ക് വളരെയധികം കുറച്ച് വീടുകൾ മാത്രമാണ് കേട്ടോ അവിടെ ഉള്ളത്. അങ്ങനെ ഒരു അപ്പച്ചൻ്റെ കടയിൽ കയറി കുറച്ച് പഴമൊക്കെ വാങ്ങിച്ചു കഴിച്ചു. തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. പക്ക ഗ്രാമപ്രദേശം. നേരെ പോയി ടിക്കറ്റ് എടുത്തു. 70 രൂപയാണ് റോസ്മല നമ്മൾ വ്യൂ പോയിന്റിൽ കയറാനുള്ളൊരു പ്രൈസ് എന്ന് പറയുന്നത്. അവിടെ നിന്ന് എടുത്തു. അവിടെ നിന്ന് കാണുന്നൊരു കാഴ്ചയാണ് കേട്ടോ. അത്രയും രസമാണ്. പിന്നെ നമ്മളൊരു മലയുടെ മുകളിലേക്കാണ് നടന്നു പോകുന്നത്. അടിപൊളി അടിപൊളി എന്ന് പറഞ്ഞാൽ അത്രയും അടിപൊളിയായിരുന്നു. കാരണം 70 രൂപയ്ക്കൊരു എന്താ പറയുക, ഒരു വേർത്തെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്രയും ഒരു വൈബായിരുന്നു. കാരണം ഈ ഒരു വെയിലൊക്കെ ഉണ്ടെങ്കിൽ പോലും നല്ല തണുത്ത കാറ്റാട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് നടന്നു ചെല്ലുമ്പോൾ കാണുന്നൊരു വ്യൂ പോയിന്റ് ഉണ്ട്. സത്യം പറഞ്ഞാൽ എൻ്റെ ഫോണിൽ എത്രത്തോളം ആ ഒരു ഇത് കാണാൻ കഴിയുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. അത്രയും അടിപൊളി എന്ന് പറഞ്ഞാൽ അത്രയും അടിപൊളിയാണ് ആ വ്യൂ കാണാൻ. നമ്മുടെ തെന്മല ഡാമാണ് ആ കാണുന്നത്. അതിൻ്റെ വ്യൂ പോയിന്റ് ആണ്. അത്രയും രസമാണ് കാണാനായിട്ട്. പിന്നെ അവിടെ ഞങ്ങൾ ഇറങ്ങി. കാരണം പോകുന്ന വഴിക്ക് ട്രക്കിംഗ് ആണ്. ആ ഒരു 1 അവർ ട്രക്കിങ്ങും കാടിൻ്റെ നടുക്കുള്ള യാത്രയാണ് കേട്ടോ. അത്രയും അടിപൊളിയായിരുന്നു. അങ്ങനെ തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോയപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.